ഒടുക്കത്ത് നീ പോയി അളിയാ. കാശ് ചോദിക്കാൻ മുന്നേ ഒന്ന് നിന്നോലെയുണ്ട്. എന്ത് പറ്റി സാർ? എടോ, ഇതുപോലുള്ള സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വെക്കുമ്പോ എന്നെ ഒന്ന് വിളിച്ച് പറയണ്ടേ? മനുഷ്യൻ പേടിച്ചോ ഇല്ലേ? മോളെ, ഇനി എന്തൊക്കെയാ നിന്റെ അച്ഛൻ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത്? എനിക്കറിയില്ല. മാമനൊന്നും പറ്റിയില്ലേ? മാമന്റെ പുക കാണേണ്ടതായിരുന്നു. എങ്ങനെ രക്ഷപ്പെട്ട? മിസ്, ഇതെന്നെ പൂട്ടിയന്റെ ചിരിയാണ്. വന്നേ വാ. പേടിച്ച സ്ഥിതിക്ക് ഉറക്കത്തിൽ തട്ടിപ്പോ കൂട്ടാ ചിലപ്പോ മാമൻ. കളിയാ, എന്നോട് ഇത് വേണ്ടായിരുന്നു. അവര് പറഞ്ഞതൊന്നും കാര്യമാക്കണ്ട. പക്ഷെ കുറച്ച് ഗ്ലാമർ കൂടിയോ എന്നൊരു സംശയമുണ്ട്. സാധനം മേടിച്ചില്ലേ? ഞാൻ മേടിച്ചില്ല. ഞാൻ നിന്റെ അടുത്ത് മേടിച്ചിട്ട് വരാൻ പറഞ്ഞല്ലേ? കുപ്പി മേടിച്ചെന്ന് പറഞ്ഞാൽ അമ്മ എന്നെ കൊല്ലും. ഞാനില്ല. മനസ്താപപ്പെട്ടുള്ള മരണമാണ്. ചെയ്യുന്ന കാര്യങ്ങളിൽ വീഴ്ച വന്നാൽ സുഹൃതക്ഷയം തന്നെ സംഭവിക്കാം. 16 കഴിഞ്ഞാലും 1 വർഷത്തേക്ക് വഴിപാടുകൾ ചെയ്യണം. അത് ഞാൻ കുറിച്ച് തരാം. അത് ചെയ്യാം. ആ, പിണ്ടകർത്താവ് ആരാണ്? ഗിരീഷ്, മകൻ നക്ഷത്രം. മകനല്ല, മരുമകനാണ്. ആയിക്കോട്ടെ. ഇപ്പൊ പിണ്ടകർത്താവാ? എങ്കിലും മകളുടെ ഭർത്താവ് എന്ന നിലയ്ക്ക് ഇപ്പൊ മകന്റെ സ്ഥാനത്താണ്. മദ്യം, മാംസം, സ്ത്രീബന്ധം എല്ലാത്തിന്നും ഒഴിവാകണം. 16 വരെ ഇവിടെ തന്നെ ഉണ്ടാവണം. പോകാതിരിക്കാനുള്ള സെറ്റപ്പൊക്കെ അളിയൻ തന്നെ ചെയ്തിട്ടാ പോയത്. സെക്യൂരിറ്റി വരെ ഇറക്കിയിട്ടുണ്ട്. അതും എന്റെ അണ്ടറിൽ. അനങ്ങാൻ പറ്റില്ല. ഫുൾ ലോക്കാ. എന്താ ഗിരീഷ് പറ? ഒരു കമ്പനിക്ക് വാ. ഒരു കമ്പനിക്ക് ഞാനില്ല. എന്താ നിന്റെ ഉദ്ദേശം? വീണ്ടും തുടങ്ങാനുള്ള പരിപാടിയല്ലേ? ഇതൊക്കെ ചെറുപ്പത്തിൽ തുടങ്ങിയല്ലേ? എന്ത് മൂത്രമൊഴിക്കല്? ഒരു കമ്പനി വാ. ഒരു കമ്പനിക്ക് ഞാനില്ല. പോയി ഒഴിച്ചിട്ട് വന്നാ മതി. പാടോ വാടോന്നാ മാമിനെയാ? വാ, ഒരു കാര്യം വേണ്ടേ? ഇവിടെ വെച്ച് പറഞ്ഞാ മതി. എന്നെ പൊട്ടനാക്കുള്ള പരിപാടിയല്ല. അതിനിവിടെ 5 എണ്ണോ അല്ല 50 എണ്ണം വന്നാലും ഞാൻ ഇവിടുന്ന് പോകും. കാണണോ? വേണ്ട. ആ, അപ്പൊ ഈ എല്ലാത്തിനും പൂട്ടിക്കെട്ടി ഇപ്പൊ തന്നെ പടിയായിക്കോ. ഇതിപ്പോ എന്റെ ജോലിയാണ്. എനിക്കത് ചെയ്തേ പറ്റൂ. നടക്കൂല. നടക്കും. ഒരെണ്ണമൊക്കെ തന്നാണ്ടല്ലോ. അനു, നീ കൂടി അറിഞ്ഞിട്ടുള്ള പരിപാടിയാണ്. ഈ കോമ്പൗണ്ടിൽ ഇനി ഒരുത്തനും ഉണ്ടാവാൻ പാടില്ല. ഇനി മാത്രം ഞാൻ എന്ത് തെറ്റാണോ ഇത്? ഇത്രയും വയലന്റ് ആവേണ്ട കാര്യമൊന്നുമില്ല. അല്ലേലും ഗിരീഷേട്ടൻ എന്തിനാ ഇവരൊക്കെ പേടിക്കുന്നേ? അതെ, ഇപ്പൊ തന്നെ എല്ലാവരും ഇവിടുന്ന് പറഞ്ഞു തീർക്കണം. 16 വരെ അവരിവിടെ തന്നെ കാണും. ഉറപ്പാണോ? ഉറപ്പാണ്. അതെ, ഇവൻ വല്ല കുഴപ്പമുണ്ടാക്കൂ. അത് നമ്മൾ ഫേസ് ചെയ്യും. അപ്പോ ഞാനും ഫേസ് ചെയ്യണം അല്ലേ? ഞാൻ സർ, ഇവരുടെ ലീഡറാ. ഗിരീഷ് അറിയാം. നിങ്ങൾ എന്നെ പുറത്തേക്ക് വിടില്ല അല്ലേ? അതാണല്ലോ ഞങ്ങളുടെ ഡ്യൂട്ടി. പോയാലോ? ഞങ്ങളും പുറകെ വരും. കാണാം കാണാം. എന്തായി? കാര്യങ്ങളൊക്കെ കൈവിട്ടിരിക്കുക. എന്റെ ഉള്ള പണിയും പോയി. നമ്മുടെ എരിവും പുളിയും. അതെ, ഹോട്ടലിന്റെ കാര്യം. വലിയ ഡെക്കറേഷനൊന്നുമില്ല. ഞാൻ കാര്യം പറയാം. നമ്മൾ ഹോട്ടലിന് അഡ്വാൻസ് കൊടുക്കുന്നു, നടത്തുന്നു. അത് മതി. പക്ഷെ അതിനു നീ എനിക്കൊരു കാര്യം ചെയ്തു തരണം. എന്താ? നീ എനിക്കൊരു 2 പെക്ക് മേടിച്ചു. മദ്യോ? ആ, ഇണ്ടാ. ദേ ഗിരി, അങ്ങനെ നിന്നെ കള്ളുടിപ്പിച്ചോണ്ട് എനിക്ക് നിന്നെ കടയും വേണ്ട, കച്ചവടവും വേണ്ട. ഞാൻ എവിടെയെങ്കിലും പോയി പൊറോട്ട അടിച്ചാണെങ്കിൽ ജീവിച്ചോളാം. എന്റെ കടപ്പാട് നിന്നോടല്ല, മരിച്ചുപോയി കുറിപ്പേട്ടോട് മാത്രം. പോടാ.
ഡാടാ, അതെ ഞാൻ ഇവിടെ തന്നെ കാണും. കുറുപ്പേട്ടന്റെ 16 കഴിയുന്നവരെ ഞാൻ ഇവിടെ തന്നെ കാണും. അതുവരെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കുടിപ്പിക്കാതിരിക്കാൻ ഞാൻ നോക്കും. ആ നീ ചെല്ല്. എന്തേ എന്താ അല്ല എന്താ പ്രശ്നം? നിങ്ങളാരാ റഫറിയാ? അല്ല സിറൽ. ലിറില്ല. ആ ടീച്ചറെ, ഞാനിനി ഈ മുറി താമസിച്ചാലോ എന്ന് ആലോചിക്കുക. 10-15 ദിവസം അകത്ത് തന്നെ കഴിയേണ്ടതല്ലേ. അപ്പൊ കാറ്റും വെളിച്ചോക്കൾ മുറിയാകുമ്പോൾ സൗകര്യമാണേ. അതിനെന്താ മോനെ, നീ മുറിയെടുത്തോ. അപ്പൊ ടീച്ചർ അത്യാവശ്യ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇറങ്ങിക്കോ. അത് കുഴപ്പമില്ല, ഞാൻ മാറ്റിത്തരാം. ആ ടീച്ചറെ, ഞാനിനി ഈ മുറി താമസിച്ചാലോ എന്ന് ആലോചിക്കുക. 10-15 ദിവസം അകത്ത് തന്നെ കഴിയേണ്ടതല്ലേ. അപ്പൊ കാറ്റും വെളിച്ചോക്കൾ മുറിയാകുമ്പോൾ സൗകര്യമാണേ. അതിനെന്താ മോനെ, നീ മുറിയെടുത്തോ. അപ്പൊ ടീച്ചർ അത്യാവശ്യ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇറങ്ങിക്കോ. അത് കുഴപ്പമില്ല, ഞാൻ മാറ്റിത്തരാം. ഗിരീഷ് പീപ്പി, ഗിരീഷേ, ഗിരീഷ് പീപ്പി, ഏയ് വാതിൽ തുറക്ക്. മോളെ വേഗം വാ. ഗിരീഷേ, ഗിരി, എന്താണ് എന്നെ പുറത്തിറക്കിയിട്ട് വാതിൽ തുറക്കുന്നില്ല? ഗിരീഷേട്ടാ, ഗിരീഷേട്ടാ കതവ് തുറക്ക്. ഗിരീഷേട്ടാ, 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 ഗിരീഷേ, കതക് തുറക്ക്. ഗിരീഷേട്ടാ, ഗിരീഷേ, കളിക്കല്ലേ? ഗിരീഷേട്ടാ, എന്താ പ്രശ്നം? ഗിരീഷേട്ടാ കതവ് തുറക്കുന്നില്ല. ഗിരീഷ് കഥ ഉറക്കെ, ഇല്ലേ ഞാൻ സെക്യൂരിറ്റി വിളിക്കും. ഗിരി നീ മര്യാദയ്ക്ക് തുറന്നോ, ഇല്ല ചവിട്ടി പൊളിക്കുവേ. വല്ല കാക്കോസിലും പോയതായിരിക്കും. അവിടെ ബാത്റൂം ഒന്നുമില്ല. അതെന്താ ഇല്ലാത്ത? ഗിരീഷേട്ടാ, മറിയുന്നു. ഗിരീഷേട്ടാ തുറക്ക്. ഇങ്ങോട്ട് നീക്കി. മാമൻ പറഞ്ഞ അനുസരിക്കില്ലല്ലടാ. എന്തേ? അല്ലേ വേണ്ട, ഞാൻ സെക്യൂരിറ്റി വിളിക്കാം, അതാ നല്ലത്. ഉം. 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 മോളെ വിഷമിക്കണ്ട. ഒരാളെ കല്യാണം കഴിച്ച ജീവിതകാലം മുഴുവനും അയാളെ സഹിക്കേണ്ട ആവശ്യം വല്ലതും ഉണ്ടോ? അതൊന്നുമില്ല. എപ്പോ വേണ്ടാന്ന് തോന്നുന്നോ അപ്പൊ വേണ്ടാന്ന് വെച്ചേക്കണം, അത്രേ ഉള്ളൂ. അമ്മ വരെ പിരിക്കാവുന്നതാ. നീ കൂടുതൽ സംസാരിക്കണ്ട. നിന്റെ ചേട്ടന്റെ സ്വഭാവ ഗുണം കൊണ്ടാണ് എനിക്ക് ഇപ്പൊ ഈ കൊച്ചിനോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടി വന്നത്. മിണ്ടരുത്. മോള് വിഷമിക്കണ്ട. മോളുടെ കൂടെ അമ്മയില്ലേ? അമ്മയോട് നിക്കാൻ പോവാ? എന്തോ? ഒന്നുമില്ല മോളെ, സെക്യൂരിറ്റിക്കാർക്ക് വൈകിട്ടത്തേക്കുള്ള ഭക്ഷണത്തിന്റെ കാര്യം എങ്ങനെയാ? അത് നമുക്ക് എന്തേലും ചെയ്യാം. ഗോപി, വിളിച്ചിട്ടൊരു കാര്യമില്ല, ഞാൻ ബാപ്പര. എടാ അതൊന്നുമല്ല, ഇങ്ങോട്ട് വന്നേ. എന്റെ സുനന്ദേച്ചി ആ ഗിരീഷിനെ വിശ്വസിച്ച് ഷാപ്പിലുണ്ടായിരുന്ന പണിയും കളഞ്ഞിപ്പോ തേഞ്ഞിരിക്കുക. നിനക്കൊരു പണി തരാൻ വേണ്ടിട്ടാ. ഇനിയും പണി തരാനോ? ഷോ അതല്ല, പിന്നെ? ജോലി തരാൻ. എന്ത് ജോലി? അല്ല, ഇവിടെ സഹായത്തിനൊന്നും ആരും ഇല്ലല്ലോ. ഇവന്മാർക്കൊക്കെ വച്ചോളമ്മി കൊടുക്കണ്ടേ? ഗിരിയോടുള്ള പ്രതികാരമാവും, ജീവിക്കാനുള്ള കാശും കിട്ടും. പണി പണം. ശരി, ഓക്കെ. അപ്പോ ഇവര് കാശ് കൊടുക്കുമ്പോ ഒരു 10,000 കുറച്ചു കൊടുത്താൽ മതി. ഗിരീഷിന് കൊടുക്കാനുള്ള കാശേ. കാര്യം ഞാൻ കാശ് വാങ്ങിച്ചാൽ തിരിച്ചു കൊടുക്കാത്തവനാ. ഇന്ന് വരെ ആർക്കും തിരിച്ചു കൊടുത്തിട്ടില്ലായിരിക്കും. പക്ഷെ എന്റെ കുറുപ്പേട്ടന് വേണ്ടി ഈ ജോലി ഞാൻ ഫ്രീ ആയിട്ട് ചെയ്യും. എന്നാ പിന്നെ ഒരു ചാക്ക് മുളക് വാങ്ങിപ്പിച്ചു. എന്തിന്? കറിക്ക് പിന്നെ മുളക് വേണ്ടേ? വേഗാവട്ടെ, അവനെ ചോര തുറക്കും ഞാൻ.